ഇതെല്ലാം എൻ്റെ ഡെയ്സി ചെടി പൂക്കളുവാ. എങ്ങനെയാണ് ഡെയ്സി മദർ പ്ലാന്റിൽ നിന്ന് കുറേ ചെടികൾ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഇന്ന് കാണിച്ചു തരാം കേട്ടോ. ഹൈ കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലുമായിട്ടാട്ടോ. എന്നെ ചുറ്റും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഞാൻ നടാൻ പോകുന്നതെന്നില്ലേ. ഈ പൂക്കളെ കണ്ടാൽ ഇഷ്ടപ്പെടാത്ത ഒരാളും ഇല്ല. ഇത് റോഡ് സൈഡാണല്ലോ, അപ്പം ഇതിൽ കൂടെ പോകുന്നവരൊക്കെ ഈ പൂക്കൾ കണ്ടിട്ട് എന്നോട് ചോദിക്കൂ ഒരു കമ്പ് തരുമോ, അത് ചോദിക്കാത്തവരില്ല. എനിക്കാണെങ്കിലും ഞാൻ രാവിലെ ഉണ്ടല്ലോ നോക്കി നിൽക്കൂ, ഭയങ്കര ഒരു ഭംഗിയാണ്, നല്ലൊരു കളറാണല്ലോ ഇത്. നോക്കിയത് ഉണ്ടായത് അല്ല അടിപൊളി. അപ്പം എനിക്ക് തോന്നി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ വിചാരിച്ചു ഈ മദർ പ്ലാന്റ് നിന്ന് ഞാൻ കുറേ അങ്ങ് നട്ടുപിടിപ്പിക്കട്ടെ. കാരണം ചെടികൾ എന്ന് പറഞ്ഞാൽ കലാകാലം നിൽക്കൂരല്ലോ, നമ്മളിങ്ങനെ മാറ്റി മാറ്റി നട്ടുകൊണ്ടേ ഇരിക്കണം, എന്നാലും ഇത് ഇവിടെ നിൽക്കൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ കുറച്ച് ചെടികൾ, ഇതിൻ്റെ പേര് ഡെയ്സി എന്നാട്ടോ എല്ലാവരും ചോദിക്കും ഇതിൻ്റെ പേരെന്താ. അതിൻ്റെ പേര് ഡെയ്സിയാ. ഈ ഡെയ്സി ചെടി ഞാൻ കുറേ അങ്ങ് നട്ടുപിടിപ്പിച്ചാൽ എന്താ, ഒരു നിരയിൽ മുഴുവനും ഇതാണെങ്കിൽ നമുക്ക് ഫ്ലവർ ഷോ ഒക്കെ നമ്മളെ മുറ്റത്ത് ഉണ്ടാക്കാം. നമ്മൾ പൈസ കൊടുത്തൊന്നും ഫ്ലവർ ഷോ കാണാൻ എങ്ങോട്ടും പോവേണ്ട. നമ്മൾ മനസ്സ് വെച്ചാൽ അതൊരു വീട്ടമ്മ മനസ്സ് വെച്ചാൽ മുറ്റം അലങ്കരിച്ചാൽ ഉഷാറാക്കി മാറ്റാം. രാവിലെ തന്നെ അങ്ങ് കാണുമ്പോണ്ടല്ലോ ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ഒക്കെ ഒന്ന് നട്ട് പിടിപ്പിക്കട്ടെ. നോക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്ക്, എന്താ അടിപൊളി. ഞാൻ തന്നെ അങ്ങനെ നോക്കി നിന്നു, അല്ല ഞാൻ തന്നെ കണ്ണെറ്റു കേട്ടോ. ഞാൻ തന്നെ എൻ്റെ ചെടിക്ക് കണ്ണ് പറ്റുന്ന രക്ഷണം. എന്താ ഒരു കമ്പ് നൈ ഉണ്ടായതൊക്കെ. ഞാൻ എങ്ങനെയാണ് ഇത് കുഞ്ഞു തൈകൾ ഉണ്ടാക്കുന്നതും എങ്ങനെയാണ് ഞാൻ ചെടി നടുന്നതും എന്ത് വളമാണ് ഞാൻ എൻ്റെ ചെടിക്ക് കൊടുക്കുന്നതും എല്ലാം ലൈവായിട്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇന്ന് കാണാൻ കഴിയും കേട്ടോ. എന്നാ വരി നമുക്ക് വീഡിയോ കാണാലോ. അങ്ങനെ ഞാൻ ഈ ചെടീൻ്റെ തൈ ഉണ്ടാക്കാൻ പോവാ കേട്ടോ. തൈ ഉണ്ടാക്കുന്ന ഞങ്ങളെ കാണിക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. ഞാൻ എന്ത് ചെടി ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം എനിക്ക് പ്ലാവില വേണം, പ്ലാവിലയും വേണം, ഈർക്കിളിയും വേണം. അത് രണ്ടും നിങ്ങൾക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ, എളുപ്പല്ലേ. ഒരു മട്ടൽ കൊണ്ട് കിട്ടിയാൽ എത്ര ഉണ്ടാവും, നല്ല സുഖല്ലേ. അപ്പം നമ്മൾ അതാണ് പ്ലാവിൻ്റെ ഇല. വലുത് ഇല്ല ചെറുതാ ഞാൻ എടുത്ത്, വലുതാണെങ്കിൽ ഒന്നും കൂടി നല്ലത്, കാരണം കുറേ മണ്ണ് കൊള്ളൂ. നമ്മൾ സാധാരണ കറുപ്പ് ട്രേ, പ്ലാസ്റ്റിക്കിൻ്റെ ട്രേയിലാണല്ലോ തയ്യെല്ലാം വാങ്ങുക. അപ്പം ആ പ്ലാസ്റ്റിക്കിൻ്റെ ട്രേ കൊണ്ടുവന്ന് നമ്മൾ അതങ്ങ് വലിച്ചെറിയലല്ലേ. ആവശ്യം കഴിഞ്ഞിട്ട് ഇതാകുമ്പോഴുള്ള സുഖം എന്താണെന്നറിയോ, അത് ആ ട്രേയിലേക്കാളും മണ്ണ് ഇതിൽ കൊള്ളൂ. പിന്നെ പോരാത്തതിന് ഇത് അതേപോലെ നമ്മൾ എന്താക്കുക, കൊണ്ടുപോയി അങ്ങോട്ട് മണ്ണിൻ്റെ അടിയിൽ ഇറക്കി വെക്കാം. അപ്പോൾ നമുക്ക് പരിചയമൊന്നുമില്ല, കൃഷി എടുക്കാനും നടാനൊന്നും പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ പേടിക്കേ വേണ്ട. അതേപോലെ കൊണ്ടുപോയി അങ്ങ് നട്ടു കൊടുക്കുക, വലിച്ചൂരി വേര് പൊട്ടിക്കുക ഒന്നും വേണ്ട. ഇതാണ് ഒരു ജൈവമാണ്, ജൈവ വളമാണല്ലോ ഇത്. പ്ലാവിൻ്റെ ഇലയല്ലേ, അതങ്ങ് മണ്ണിലിട്ട് മൂടിക്കഴിഞ്ഞാൽ അത് വേഗം ചീഞ്ഞു. അപ്പം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ തൈ ഉണ്ടാക്കുന്ന രീതിയാണ് ഞങ്ങളെ കാണിച്ചു തരുന്നത് കേട്ടോ. വിത്തിനും സൂപ്പറാ, വിത്ത് നടാൻ പയറിൻ്റെയൊക്കെ വിത്ത് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഒരു 3-4 ദിവസം നനച്ചു കൊടുത്ത് കഴിഞ്ഞ് നോക്കേണ്ടി നല്ല സൂപ്പർ നടുവിടെ അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടാവും. 2 ഇല 3 ഇല പരുവത്തിലായി. പിന്നെ നമുക്ക് ഇതേപോലെ കൊണ്ടുപോയി നടാം. അപ്പോൾ ഇതാ ഞാനിതാ ഇങ്ങനെ ചെയ്തു, ഞങ്ങളെ കാണിച്ചു തരുന്ന ഇതാ ഞാൻ 3 എണ്ണം എടുത്തു. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ അടിഭാഗത്തു നിന്ന് മെല്ലെ പൊട്ടിച്ചെടുത്തതാ ഇത് കേട്ടോ. ഡെയ്സിൻ്റെ ഇതാ 1 2 ഇത് വേണേ 2 ആക്കാം, 2 3. ഈ 3 എണ്ണം ഞാൻ നടുന്നത് കാണിച്ചു തരാം. ഞാൻ എല്ലാം ഇവിടെ സ്റ്റോക്കാ മണ്ണ്, ഇത് മുറ്റത്ത് നിന്നാണ് നടുന്നത്. ഞാൻ കാണിച്ചു തരാം ഞാൻ നടുന്ന രീതി എങ്ങനെയാണെന്നുള്ളത്. ഇതാ ഇതെടുത്തിട്ട് പറിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇറക്കി വെക്കുക. ബിസ്മില്ലാഹിർ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് എന്താ ഇത്ര പണിയേ ഉള്ളൂ, മല മറിക്കുന്ന പണിയൊന്നുമില്ല. പക്ഷേ അതിന് ഫസ്റ്റിൽ മദർ പ്ലാന്റ് വേണം, കയ്യിൽ മദർ പ്ലാന്റ് വേണം, വേറെ ഒരാളെടുത്തുനിന്ന് അല്ലെങ്കിൽ വാങ്ങേണ്ടി വരും. എന്താ ഇങ്ങനെ വെച്ച് 2-3 ദിവസം 4 ദിവസമായിട്ട് ഇത് വാടുന്നില്ല എന്ന് കണ്ടാൽ നനച്ചു കൊടുക്കണേ. പ്രത്യേകം പറയുന്നത് നനച്ചു കൊടുക്കണം, തണലത്ത് വെക്കണം. അങ്ങനെ കഴിഞ്ഞാൽ ഇത് തെളിഞ്ഞ് നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇത് ഉഷാറായിക്കോളും. അപ്പം നമുക്കുള്ള പ്രശ്നം എന്താ അറിയോ, അടിയിൽ കൂർപ്പ.
ഈ കൂർപ്പ് ഏടി നിൽക്കൂല. അപ്പൊ കൂർപ്പ് നിൽക്കുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന മാർഗം എന്താ അറിയോ? ഇങ്ങനെയുള്ള ചെടിച്ചട്ടിന്റെ ഇവിടെ കുറച്ച് കയ്യോടെ അങ്ങ് മണ്ണ് കുഴിക്കുന്നതാ, ഇങ്ങനെ അങ്ങ് കുത്തി വെക്കുക. അപ്പൊ നമ്മൾ അവിടെ കുത്തി വെച്ചത് അവിടെ നിന്നോളൂ, നിൽക്കുകയും ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിന് നനച്ചു കൊടുക്കുന്നത് അതിന് കിട്ടുകയും ചെയ്യും. ആ ചെടിക്കും കിട്ടും, മറ്റേ ചെടിക്കും കിട്ടും, എല്ലാം കിട്ടും. അപ്പൊ സൂപ്പർ. അങ്ങനെ പരിപാടി എന്ത് എളുപ്പം അറിയോ? ഇത് കാണാത്തവരുണ്ടെങ്കിലുണ്ടല്ലോ ഇങ്ങനെ ചെയ്ത് നോക്കണ്ടി. എന്നോട് എല്ലാവരും ചോദിക്കും, നിങ്ങളെങ്ങനെ ചെടി പിടിപ്പിക്കുന്നു, നിങ്ങൾക്ക് എന്താ ഇങ്ങനെ പൂക്കൾ ഉണ്ടാകുന്നത്? എൻ്റെ രീതി ഇതാ, ഒരു നയാ പൈസ ഞാൻ കൊടുത്തിട്ട് ഫസ്റ്റിൽ ഞാൻ വാങ്ങും കേട്ടോ. അത് ഞാൻ പറഞ്ഞുതരേ. ഒരു മദർ പ്ലാന്റിനെ എനിക്കത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടാൽ പിന്നെ വിടൂര. അതിൻ്റെ പുറകിലാണ് കുറേ തൈകൾ ഉണ്ടാക്കിയിട്ട് കണ്ടോ. 2 എല്ലാം ഇങ്ങനെ കുത്തി അങ്ങ് വെച്ചാൽ ഇതിൽ നിന്ന് എനിക്കും അതിനും കിട്ടിയാൽ 2, ഇനി 3 കൂടെ ഉണ്ട്. 3 ചെടിയുമായി തൈങ്ങളെ കാണിക്കലുമായി. എനിക്കാണെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞാൽ വീണ്ടും അങ്ങനെ ഞാൻ എൻ്റെ തൈ നട്ട് കഴിഞ്ഞു. അൽഹംദുലില്ലാ, ഇത്ര പണിയുള്ളൂ, കഴിഞ്ഞു. ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ അതിന് വേരൊക്കെ വന്ന് ഇങ്ങനെ പൊങ്ങി ഉഷാറായി വന്നിട്ടുണ്ടാവും. ഞാൻ പഴയത് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഞാൻ അന്ന് പിടിപ്പിച്ച എൻ്റെ പ്ലാവിൻ്റെ ഇലൻ്റെ അടിഭാഗത്തൂടെ ഇങ്ങനെ വേര് വരുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ള അറിയില്ല. അതാ ഇത് പ്ലാവിൻ്റെ ഇല പഞ്ചറാവാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കുഴപ്പമില്ല, വേഗം നമുക്ക് മണ്ണിൻ്റെ അടിയിലേക്ക് അങ്ങ് പോയാൽ ഒന്നും കാണൂല. എന്നാൽ നമുക്ക് ചെടിയല്ല വലുത്, ചെടി ആയിക്കഴിഞ്ഞു. ഇതിങ്ങനെ കമഴ്ത്തിയൊക്കെ വെക്കട്ടോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ പൂച്ചെടിക്കൊക്കെ നമുക്ക് സിമെന്റ് ചാക്ക് വേണ്ടല്ലോ. പൂച്ചെടിയല്ല, നമ്മൾ ബഹുമാനിക്കണ്ടേ. നമ്മൾ പച്ചക്കറി പോലെ ആക്കിയാൽ എങ്ങനെയാ ശരിയാവുക വിചാരിച്ചിട്ട് ഞങ്ങളെ വീടിൻ്റെ ഇഷ്ടംപോലെ ഇവിടെ സിമെന്റ് ചാക്ക് ഉണ്ട്, നടാനോ ഇഷ്ടംപോലെ നമുക്ക് നട്ടതുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് നമ്മളെ മുമ്പിൽ നമ്മളെ സിറ്റ് ഔട്ടിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് പോട്ട് തന്നെ വേണം, അവിടെ നമ്മൾ ലാഭം നോക്കരുത്. അങ്ങനെ ഞാൻ പോട്ട് വാങ്ങിയതാട്ടോ. ഈ പോട്ടിന് വെറും 17 രൂപയുള്ളൂ. നല്ല പോട്ട്, വലിപ്പമുള്ള പോട്ട്. ഞാൻ ഇതിലാണ് നടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ നടുമ്പോൾ ഏത് ചെടിക്കും ഇടുമ്പോലെ തന്നെ ഇതിന് ഞാൻ ചകിരിച്ചോറ് ഇടുന്നത്. ചകിരിച്ചോറ് ഞാൻ പറഞ്ഞു എൻ്റെ ബെഡ് പൊളിച്ചണം. അപ്പം എന്നോട് ഓരോരുത്തർ ഇനിയും ബെഡ് പൊളിച്ച് തീർന്നില്ലേ എന്നുള്ളത്. അപ്പം ഇനി അടുത്ത ബെഡ് പൊളിക്കാൻ നിൽക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇത്തിരല്ലേ എടുക്കുന്നുള്ളൂ. എൻ്റെ പഴയ ബെഡ് വലിയ ബെഡ്, നിറയെ ചകിരിയാ. പിന്നെ എന്ത് ചെയ്യാനാ, തീർന്നില്ല, സത്യം പറയാനാ തീർന്നില്ല. അപ്പം ഞാൻ എന്താ ചകിരി ഇട്ടു. ഇനി അതിൻ്റെ മേലെ ഞാൻ ഇടാൻ പോകുന്നത് എന്താ, പിന്നെ കരിയിലൻ്റെ പകരം എനിക്കുണ്ടാകുന്നത് എന്താ, പൂ ഉണങ്ങിയതാ. പൂവ് ഒരു ദിവസം ഒരു മുറം പൂ പിന്നെ അടിച്ചു വരിക കിട്ടും കേട്ടോ. ഞാൻ അഹങ്കാരം ഒന്നും പറയുന്നതല്ല, എനിക്ക് ദിവസം ഒരു മുറം കിട്ടും പൂവ്. പക്ഷെ അങ്ങനെ പൂ കൊഴിഞ്ഞു പോകുന്നുണ്ട് എന്ന് ചെടിമ നോക്കിയാൽ തിരിയില്ല, അലോണം ഉണ്ടായിട്ടുണ്ട്. എന്താ ഇതൊക്കെ പൂവ് ഉണങ്ങിയതൊന്നും ഞാൻ കളയൂല. പൂവ് ഇങ്ങോട്ട് വരുന്നു, ഞാൻ ചെടി വളരാൻ വേണ്ടി അങ്ങോട്ട് കൊടുക്കുന്നു. അങ്ങനെയാ, അങ്ങോട്ടും ഇങ്ങോട്ടും. എന്താ ഇതൊക്കെ കണ്ടോ, മഞ്ഞപ്പൂവ് അല്ല, മഞ്ഞല്ല, മെലസ്റ്റോമ, ആ വയലറ്റ് പൂവൊക്കെ ഉണ്ടോ. ഇതൊക്കെ ഉണങ്ങാനായത്, അതൊക്കെ ഉണങ്ങിയതാ, കണ്ടില്ലേ, തീരെ വെയിറ്റ് ഇല്ല. ഇതൊക്കെയാണ് എൻ്റെ പിന്നെ ഇത് അടിയിൽ ഇടുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ, എൻ്റെ കൂട്ടുകൾ. അതിൻ്റെ മേലെ ഞാൻ ഇടാൻ പോകുന്നത് കുറച്ച് മണ്ണ, കൂടുതൽ ഞാൻ കരിയിലൊക്കെ ഇടുന്നത് കേട്ടോ. എൻ്റെ കരിയിലെ കമ്പോസ്റ്റിൻ്റെ കളറ് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും ചാണകം കൈകൊണ്ട് തൊടുകയാണ്. ഇതല്ല കേട്ടോ, ഇതാ കരിയിലെ കമ്പോസ്റ്റിൻ്റെ കളറാണ് ഇത്. ചാണകം വരെ തോറ്റുപോകും. അതുണ്ടെങ്കിൽ നമുക്ക് കൂടിപ്പോയി ഇറച്ചി പേടിക്കാനേ ഇല്ല. ഇതൊക്കെ ജൈവ, രാസവളമല്ല. അപ്പം നമുക്ക് എത്ര ഇടാം. എന്താ കണ്ടോ, നല്ല ഉഷാറായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന. അപ്പോൾ അവിടുന്ന് നമ്മളിത് ഇത്രയാക്കി. ഇനിയും ഞാൻ ഇടാൻ പോകുന്നുണ്ട്. ഇനി ഞാൻ അടുത്തത് ഇടാൻ പോകുന്നത് പോട്ടി മിക്സ്. എൻ്റെ
ശീമക്കൊന്ന ആരോ എന്നോട് കമന്റ് ഇട്ടിരുന്നു, നിങ്ങൾക്ക് ശീമക്കൊന്നല്ലാത്തൊരു പരിപാടി ഇല്ലേ എന്നുള്ളത്. ശീമക്കൊന്ന നമ്മളൊന്ന് വെട്ടി നോക്കണ്ടി, ആ ചെടിമെന്ന് ഒന്ന് വെട്ടിയ 10 ചുറ്റും വരും. പിന്നെ ഇത് ചാണകത്തിന് പകരാ, നല്ല വളക്കൂറുള്ള മണ്ണായി മാറും ഇതങ്ങ് ഇട്ടാൽ. അങ്ങനെ നമ്മൾ ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗുണം പറഞ്ഞു തരാം കേട്ടോ. എന്താ ഇങ്ങനൊക്കെ ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണം, കുറച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മണ്ണായി മാറും. നിങ്ങൾ പിന്നെ കുറേ കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് തന്നെ കഴിഞ്ഞാൽ മതി. ഒന്ന് അടി നോക്കി വെക്കേണ്ടി മാന്തിയിട്ട് ഇതൊന്നും കാണൂല, ഈ പച്ചയും മഞ്ഞ ചോപ്പും ഒന്നും കാണൂല, വെറും മണ്ണായി മാറിയിട്ടുണ്ടാവും. അങ്ങനെ ഈ മണ്ണില്ലേ നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണാ, വളക്കൂറുള്ള മണ്ണാ, ഘടന തന്നെ അങ്ങ് മാറും. ഇനി ഞാൻ കുറച്ചും കൂടെ മണ്ണിടുക കേട്ടോ, ഏറ്റവും മേൽഭാഗം. ഇപ്പൊ ഞാൻ പോട്ടി മിക്സ് നിങ്ങൾ കണ്ടല്ലോ എന്തൊക്കെയാന്നുള്ളത്. എൻ്റെ പൂവുണ്ടാവാൻ കാരണം ഇതൊക്കെ തന്നെ കേട്ടോ, ഇതന്നെ. അല്ലാതെ ഞാൻ പൈസ കൊടുത്ത് ഒന്നും വാങ്ങുന്നില്ല എന്ന് പറയുന്നതിൽ ഒരു തിരുത്ത് കേട്ടോ. പോട്ട് പൈസ കൊടുത്ത് വാങ്ങിയതാ, കാരണം അത് പൂക്കളായിട്ടാ. പച്ചക്കറിയാണ് ഞാൻ വാങ്ങൂല. പൂക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അലങ്കാരത്തിന് ഭംഗിക്കൊക്കെ മുമ്പിൽ വെക്കുന്നതല്ലേ, അത് നമ്മൾ സിമെന്റ് ചാക്കായാലും ഇങ്ങനെ ശരിയാവുക. അതുകൊണ്ട് സിമെന്റ് ചാക്കൊക്കെ എൻ്റെ മല പോലെ അട്ടിക്കട്ടിക്കുണ്ട്. എന്താ റെഡിയാക്കി. ഇനിയാണ് ഞാൻ നടാൻ പോകുന്നത് ഒക്കെ നല്ല തയ്യായത്, അതുകൊണ്ട് പേടിക്കണില്ല. ഞാൻ പറഞ്ഞില്ലേതാ, അത് സൂര്യപ്രകാശം തട്ടുന്ന ഭാഗത്തേക്ക് ഈ ചെടി പോവും, വളയൂ. അപ്പൊ ഞാനിങ്ങനെ വെച്ചു കൊടുത്ത് സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തേക്ക് വളഞ്ഞതാ ഇത്. എന്താ നടാൻ പോവാണേ. ഒന്ന് കുഴിച്ചാട്ടെ, ഇതങ്ങ് ഇറക്കി വെക്കാം. അതാ കുഴിച്ചാൽ നമുക്കങ്ങ് ഇറക്കി വെക്കാലോ, എന്നാൽ പ്ലാവിൻ്റെ ഇല വരെ അങ്ങ് മൂടുന്നത് നല്ലതാന്ന്, വേഗം ചീഞ്ഞോളൂ. ഇറക്കി ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അങ്ങനെ അടിപൊളിയായിട്ട് എൻ്റെ ഡെയ്സി ചെടി ഒന്നും കൂടെ, കുറേ എണ്ണം ഉണ്ടായാലും ഒന്നും കൂടെ. ഇനി എനിക്ക് 4 എണ്ണം കൂടി നടാണ്ട്. ആ 4 എണ്ണം ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം അത് വീഡിയോ നീണ്ടുപോകും. ഇങ്ങനെ തന്നെ ഞാൻ 4 എണ്ണം നടുന്നത് കണ്ടോ. ഇത് വെയിലത്ത് വെക്കാം, ഇത് വെയിലത്ത് വെച്ച് ഒരു കുഴപ്പം ഇനിയില്ല, കാരണം ഇതൊക്കെ ICU എന്നൊക്കെ എടുത്ത് മാറ്റി. എനിക്ക് ചെടി ICU ഒക്കെ ഉണ്ട്, ചെടി ഭ്രാന്ത് തലക്ക് പിടിച്ചുകൊണ്ട് എല്ലാം ഞാൻ ഉണ്ടാക്കും. എന്താ കണ്ടില്ലേ, അടിപൊളിയായില്ലേ. അങ്ങനെയാണ് ഇതെല്ലാം ഞാൻ നട്ടുപിടിപ്പിച്ച് കണ്ടോ. 1 2 3 എന്താ 4 5 6 അപ്പുറമൊക്കെ ഉണ്ട്. ഞാൻ ചെറുതൊക്കെ കാണിച്ചു തരാം. ഇതൊക്കെ ഇപ്പോൾ ഒരു മാസമാകുമ്പോഴത്തേക്ക് ഈ മോഡൽ പൂക്കാൻ തുടങ്ങും. ഞാനിപ്പോൾ ഇതില്ലേ, ഇത് ഹാങ് ചെയ്തതായിരുന്നു. ഹാങ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇത് ഞാനൊരു പോട്ടിലേക്ക് മാറ്റട്ടെ. ഹാങ്ങെന്നൊക്കെ മാറ്റി, ഹാങ് ചെയ്ത് ശരിയാവില്ല, ഇവിടുന്ന് പൂക്കണ്ടിയിരുന്നു, അതുണ്ടായില്ല. അപ്പം ഞാൻ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹാങ് ചെയ്ത് കൊടുത്ത് ഇങ്ങോട്ട് മാറ്റിയെടുത്തതാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് കൊളുത്തിക്കൊണ്ടുവന്ന. അതും കൂടി ഒക്കെ ഞാൻ മാറ്റുന്നത് ഞങ്ങളെ കാണിച്ചു തരും കേട്ടോ. മാറ്റി കഴിഞ്ഞിട്ടേ കാണിക്കും. നിങ്ങൾക്ക് ഏത് കളറാണ് ഡേയ്സിൻ്റെ ഇഷ്ടം? ഇതിൽ പല കളറും ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്, അത് എനിക്കറിയില്ല. ഞാൻ ഈ കളറേ കണ്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം? നിങ്ങളെ വീട്ടിൽ ഏതൊക്കെ കളറുള്ളതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിന് സൂര്യപ്രകാശം തട്ടിയാൽ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. എൻ്റെ ഇത് വെയിലത്താണുള്ളത്, അതുകൊണ്ട് എനിക്ക് ഇതിന് കുഴപ്പങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ബാൾസ് ആണെങ്കിൽ വെയിലാകുമ്പോൾ അങ്ങനെ അങ്ങ് പോയി ചത്തുപോകും. പക്ഷെ ഇതിനാ ചാവുന്ന രീതിയൊന്നുമില്ല. കണ്ടോ ഉണ്ടായത്. എൻ്റെ പ്രിയപ്പെട്ട ഡെയ്സി എന്തൊരു ഇഷ്ടമാണെന്നറിയോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ വന്ന് നോക്കൂ എന്തെങ്കിലും ജീവികളുണ്ടോ, ഇവരെ ആക്രമിക്കാൻ വരുമോ, ഒരു പുഴുണ്ട്. എന്താ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിത് 2 ആഴ്ച മുമ്പ് നട്ടതാ, നിറച്ചിതാ. ഡെയ്സിൻ്റെ മൊട്ട് കണ്ടോ, ഇതിങ്ങ് ഉഷാറായി. ഇത് ഞാൻ 2 ആഴ്ച ഞാൻ കുമ്പിള് കുത്തി നട്ടുണ്ടാക്കിയതാട്ടോ. ഇനി കഴിഞ്ഞ ആഴ്ച നട്ട് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ ആഴ്ച നട്ടതാ. ഇത് നാളായി വരുന്നേയുള്ളൂ, മൊട്ടിടാൻ തുടങ്ങിയില്ല. കണ്ടില്ലേ, ഓരോന്ന് ഉണ്ടാക്കുന്നത് ഞങ്ങളെ കാണിക്കുന്ന നിങ്ങൾക്കൊരു പ്രചോദനം ആയിക്കോട്ടെ, എങ്ങനെ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. വരെ എനിക്ക് ഈ തൈയില്ലേ, എൻ്റെ വാടക വീട്ടിൽ ആസാമുകാർ താമസിച്ചിരുന്നു. അവർ പോയി വരുമ്പോൾ എനിക്ക് വിത്ത് കൊണ്ടുവന്നു. ആ വിത്ത് പാകി മുളപ്പിച്ചുണ്ടാക്കിയതാണ് ഇത് ഞാൻ എല്ലാവരോടും ചോദിക്കുക എന്താണ്. ഒരു കൂട്ടർ കടുക് എന്ന് പറയുന്നത്, നോക്ക് എന്താ സൂപ്പർ. ചൈനീസ് ക്യാബേജ്, അങ്ങനെ പല പേരും പറയുന്നുണ്ട്, നമുക്ക് നോക്കാം കേട്ടോ.
എന്താവുന്നുള്ളത് നിങ്ങളെ അഭിപ്രായം ഒന്ന് പറയണേ ഇതെന്താന്നുള്ളത്. പൂക്കളെ വീഡിയോ ആയതുകൊണ്ട് എൻ്റെ പഴയ പൂക്കൾ ഇതൊക്കെ നേരത്തെ നട്ടതാട്ടോ. കട്ടച്ചോപ്പ്, റോസ്, ഓറഞ്ച് എല്ലാ തരം ഉണ്ട്. ഈ ബോഗൺവില്ലയുടെ ടൈമിങ് വരും, ഇവർ രാജാക്കന്മാരാകുന്ന ടൈമാണ് ഇനി മുതൽ. വെയിലിങ്ങോട്ട് കിട്ടിയാലുണ്ടല്ലോ ഇവരൊരുണ്ടാവലുണ്ടാവും. അടിപൊളിയാ, കണ്ടില്ലേ? ഇത് മഴക്കാലത്ത് നമ്മൾ കമ്പ് കുത്തി നമ്മൾ തിരിഞ്ഞു നോക്കണ്ട, കമ്പ് കുത്തി ഞാൻ കിടന്നുറങ്ങിയാൽ ഇതുണ്ടാവും. വേനൽക്കാലത്താണ് നിങ്ങൾ പിടിപ്പിക്കുകയെങ്കിൽ നല്ല അധ്വാനമുണ്ട്. ഇതെൻ്റെ ജെറേനിയം കണ്ടില്ല? ജെറേനിയം എങ്ങനെയാണ് പിടിപ്പിക്കുന്നതൊക്കെ എന്നെ വിശദമായിട്ട് ഞാൻ കാണിച്ചതാട്ടോ. ജെറേനിയത്തിന്റെ കളറ് നോക്ക്, കളറ് മാത്രല്ല വലുപ്പം, എന്താ വലുപ്പം. ഡെയ്സിയും ജെറേനിയും ഉണ്ടെങ്കിൽ പൂന്തോട്ടത്തിൽ പിന്നെ ഒന്നും വേണ്ട. ഇതെന്റെ മെലസ്റ്റോമയാട്ടോ. മെലസ്റ്റോമ പൂവിട്ടത് നോക്ക്, മെലസ്റ്റോമ. ഇതെന്റെ ഓറഞ്ച് ബോഗൺവില്ല കണ്ടോ? മെലസ്റ്റോമ പൂവിട്ടതിന്റെ കളറ് നോക്കി. ഇതും പലതരം കളറിലുണ്ട്. ഇതാണ് എൻ്റെ ഡെയ്സി. ഇതാണ് എൻ്റെ ഡെയ്സി പൂവിട്ട് കണ്ടോ? ഇങ്ങനെ ഉണ്ടാവും പൂക്കള്. അപ്പൊ ഞാന് നട്ടതെല്ലാം കണ്ടല്ലോ, A to Z എന്ന് തന്നെ പറയാം. അത്രയും ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു ഞാൻ നടുന്ന രീതികൾ. അപ്പം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരിക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരോടും. അസ്സലാമു അലൈക്കും.